ഹലോ ஹலோ ஹாய் ஹாய் ஹலோ. ரொம்ப நாள் கழித்து நான் லைவ் வரேன். பல நாட்கள் கழித்து ജോയിൻ ചെയ്ത എല്ലാവർക്കും ഹായ്. ലൈവ് ഓപ്പൺ பண்ண എല്ലാവർക്കും ഹായ്. ഹലോ ഹായ് ഹായ് ഹായ്. ചേച്ചി സുഖം 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 പല്ലവി. നിങ്ങളൊക്കെ സുഖമാണോ? നിങ്ങൾ എല്ലാവരുമേ സൗഖ്യമാ? ലോണ ഹായ് ലോണ. എൻ്റെ ഫസ്റ്റ് കാലൻ വന്നിട്ട് അക്ക ദർശനം ഫൈനലി വന്നു. എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ സ്റ്റാർട്ടിങ് കുറച്ച് മലയാളം കുറച്ച് തമിഴിലും സംസാരിക്കാം. സ്റ്റാർട്ടിങ് എല്ലാവരും ചോദിച്ചു എന്തായി, ഒന്നും ഇത് ചെയ്യുന്നില്ല, എവിടെയും കാണുന്നില്ല அப்படின்னு. ഞാൻ ചെന്നൈയിലാണ്, സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് മീ ടൈം എടുത്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളി വന്ന ശേഷം കൊഞ്ചം മൈൻഡ് ഇങ്ങനെ സ്റ്റക്കായി പോയി. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ മോഡാണ് ഇപ്പം ഞാൻ ഉള്ളത് ചെന്നൈയിൽ. ക്യൂട്ട്. അയ്യോ ഈ കാലൻസിനോട് വയ്യ എനിക്ക്. ഹലോ എല്ലാവരും സൗഖ്യമാണോ? എവിടെ? വീട്ടിലാണോ? അതെ അതെ വീട്ടിലാണ്. ലവ് ഫ്രം തമിഴ്നാട്. ഹായ് ഹലോ ഹായ് ഗബ്രി. ഹലോ ഗബ്രി. ഗബ്രി സൗഖ്യമാ? ആളെ കാണാൻ പറ്റുന്നില്ല. ഹായ് ഹായ് തന്നു. ഹായ് ഹായ് തേജ തക്കുടു. ഹായ് അക്ക 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 അക്കാവാ. ലവ് ഫ്രം കേരള. താങ്ക് യു സായി. വളരെ വളരെ നന്ദി സായി. നീ വെച്ച് ചെയ്യறதுக்கு தான் വന്നിരിക്കുന്നത് അറിയാ സായി. മഴ ഉണ്ടോ അവിടെ? അനിസേട്ടാ മഴ ഇവിടെ ഇപ്പോ ഇല്ല. ഇന്നലെ വരയ്ക്കും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അത് രാത്രി தான் വന്നിട്ട് പോകും. ഹലോ രസ്മിൻ. അക്ക ഒരു ഹായ് തരും. എല്ലാ അക്ക അക്കാന്ന് പറയുന്നു. ഉള്ളിലുള്ള സമയത്ത് അങ്ങനൊന്നും പറയാറില്ലല്ലോ. അക്ക ഒരു ഹായ് തരൂ. ഹായ് രസ്മിൻ. ഹായ് ഞാൻ ജഗൻ. ഹായ് ഹായ് ജഗൻ. ഹായ്. മഴ തോർന്നു. ഇപ്പോ ആരെയും കാണില്ല. മനസ്സിലായില്ല സായി? കൊഞ്ചോ മനസ്സിലായില്ല. ഗബ്രി ഐ എം ഓൺ ദി വേ ബാക്ക് ഫ്രം ജൂപ്പിറ്റർ. കറക്റ്റാ. നമ്മളിപ്പോ ഇതാണിപ്പോ നമുക്ക് വലിയ വേറെതോ ഗ്രഹം മാതിരി ഉണ്ട്. പക്ഷെ അത് പോകെ പോകെ സെറ്റാകണം. അല്ലേ ജീവിതം. ഹേ ഹായ് ഷഹാന. ഹായ് 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 ഹായ്. എല്ലാവർക്കും ഹായ്. എല്ലാവരും ഹായ് ഹായ് പറയുന്നു. ആർത്തി കൂടി സീക്രട്ടിൽ എപ്പോഴാச்சும் പ്ലാൻ பண்ணி மீட் பண்ணலாம். ഹായ് സ്വീറ്റി. വെൻ കമ്മിങ് ടു കൊച്ചി? വെരി സൂൺ. അയ്യോ അയ്യോ പുവർ കണക്ഷൻ. നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ എല്ലാവർക്കും കാണുന്നുണ്ടോ? എനിക്കറിയുന്നില്ല. പുവർ കണക്ഷൻ വന്നിട്ട് പോയി. സോ കൊച്ചി വന്നിട്ട് ഞാൻ പ്ലാനിലുണ്ട്. പെട്ടെന്ന് തന്നെ വരും. പറയാം എപ്പോ വരണോ അപ്പൊ ഞാൻ പറയാം. തീർച്ചയായിട്ടും പറയാം. പക്ഷെ പെട്ടെന്ന് തന്നെ വരും ട്ടാ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം കർണാടക. താങ്ക് യു റച്ചു. താങ്ക് യു. മിസ്സിങ്. ഞാനും. മഴ. അയ്യോ ഞാൻ ആ വേർഡ് പറഞ്ഞത് വല്ലാതെ എല്ലാവരുമേ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ആ വേർഡിക്കെല്ലാം നിറയെ ട്രോളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ. വെരി ക്യൂട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഓക്കെ. BB6 മിസ് ചെയ്യുന്നു. യെസ് യാ അത് കുറച്ച് ദിവസം ഉണ്ടാവും മിസ്സിങ് ഒക്കെ. രസ്മിൻ ബായ് കാണുന്നുണ്ട്. ഞാനും. മുടിഞ്ഞ ലൈവാണ് 13K അക്ക ഫാൻസ്. എന്റെ പൊന്ന് സായേ എന്നാച്ച്? இந்த മുടിഞ്ഞ இதெல்லாம் விடல இல்ல ഈ காலன்ஸ் അതൊക്കെ വീட்டுக்குள்ள. എന്നാലും நீங்க 2 பேரும் എനിക്ക് വെളിയിലും கொஞ்சம் காலன்ஸ் நினைக்கிறேன். എവിടെ നമ്മ സിജോ എവിടെ പോയി? കാലൻസ് വരും പറഞ്ഞല്ലോ. ഒരു കാലൻ എത്തി. സിജോ എവിടെ പോയി? അതാണ് യഥാർത്ഥ കാലൻ. എപ്പോഴാ കേരളത്തിൽ ലാൻഡ് ചെയ്യുന്നേ? വിരൈവിൽ കൂടി സീക്രട്ടിൽ ഞാൻ വരുന്നുണ്ട്. പറയാം എപ്പോന്ന്. ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ കഴിഞ്ഞത്. അപ്പോ കുറച്ച് ദിവസം എന്താ മിസ്സിങ് സംഭവം എല്ലാം ഉണ്ടാവും. കണ്ണെഴുതിയില്ലേ? ഇല്ല കണ്ണെഴുതിയില്ല. ലിപ്സ്റ്റിക് മൊട്ടതായിട്ടത് കണ്ണെഴുതിയിട്ടില്ല. ഹായ് അലീനക്ക. ഹായ് ഹായ് വിദ്യ. ഹോപ്പ് യു ഗുഡ്. വേഗം വായോ. തീർച്ചയായിട്ടും രചന. തീർച്ചയായിട്ടും വേഗം വരാം. ഹായ് അനാമിക. ഹായ്. എല്ലാവർക്കും ഹായ് തരാമോ? ഹായ് അനന്തു. നിങ്ങൾ ரொம்ப பெரிய ஆளு. யாரா அது? ഹായ് 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 ഡിംപിൾ ക്യൂട്ട്. താങ്ക് യു മായ.
വി മിസ് ഓക്കെ ശ്രീജുൽ. അതെ, ഞാൻ കുറെ കണ്ടായിരുന്നു ശ്രീജുലിന്റെ വിഷയവും. നന്നായിട്ടുണ്ട്, എഡിറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. അർജുൻ ചേട്ടനെ ഇന്നും മീറ്റ് ചെയ്തിട്ടില്ല. എപ്പോ വരും കൊച്ചിയിൽ? കൊച്ചിയിൽ കൂടി സീക്രത്തിൽ വരും. വരുമ്പോ അഗെയിൻ പറയാം. എന്താ മോളിസി നമ്മളോടൊന്നും പറയാതില്ലേ? മനസ്സിലായില്ല. പറയാതില്ല, എനിക്ക് മനസ്സിലായില്ല. ശ്രീത്തു വരുമ്പോൾ കേരളം കത്തിക്കണം. അടേ வேற வேலை இல்லையா? ஏதாச்சும் ஒன்று அனுப்புறது. எந்தெங்க அந்த லைவ் வந்தா அவரை வச்சு செய்யறதுக்கு எந்தெங்க ஒன்று അയച്ചുകൊണ്ടിരിക്കുന്നதுல. ന്യൂ പ്രോജക്റ്റ് എല്ലാം വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഏനാ ഇപ്പതാ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാം നോക്കി കണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും. എന്നോട് ഹായ് പറഞ്ഞത്. ഹായ് ആതിര, ഹായ് അജ്ന, ഹായ് സിറ, ഹലോ, ഹായ് 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 ഹായ്. ഓടി വാടാ, ഇവിടെ അക്ക നമ്മളെ റോസ്റ്റ് ആക്കുന്നു. ആര്? എന്റെ പൊന്ന് സായി. വേണ്ട ഗബ്രി അക്ക 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 അക്ക. പോ പോ, അവിടെ അടുത്ത നീ കാക്കാവേ പണ്ണ് പോ, എന്റെ അടുത്ത് വരല്ലേ. എന്താ സായി പറയണ? അർജുൻ ചേട്ടനോ? ഡേ അക്ക നമ്മ പയ്യനെ പറഞ്ഞാൽ എന്താ പറയുന്ന? ഒന്നും മനസ്സിലാവുന്നില്ല. ഭാഗ്യത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ലെങ്കിൽ വെച്ചോ, വെച്ച് മക്കിലിച്ചിരുവേ. മമ്മി ഇവിടെ ഉണ്ട്. മാന്യ മമ്മി ഇവിടെ ഉണ്ട്. ഹായ് സിത്തുക്കുട്ടി, വി ആർ ഫ്രം ആന്ധ്ര. വി വർ ബിഗ് ഫാൻസ് ഓഫ് യു ബോത്ത് ശ്രീജു. താങ്ക് യു. ഹലോ അക്ക, പ്ലീസ് നിന്നെ സ്കിപ്പ് ചെയ്യണം. നിന്റെ ചില കമന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യണം തോന്നി. ഈ സായിയുടെ ഗബ്രിയുടെ ഒക്കെ ഫ്ലെക്സ് വെക്കണം. എയർപോർട്ട് 50. ഗബ്രി ഹായ്. ഗബ്രി ഹായ്. ഗബ്രി എന്താ നിങ്ങളൊക്കെ എല്ലാം ഒരു ഗ്രൂപ്പ് ചേർത്തിട്ട് എന്നെ കളായ്ക്കുന്നതിന് വേണ്ടി എല്ലാം ഒന്നും കൂടി ചേർന്നിട്ട് വന്നിരിക്കുന്നു തോന്നുന്നു. പ്ലീസ് കോൾ മീ. ഹായ് അഫ്രൻ. കുതിര ടങ് ട്വിസ്റ്റർ വൺസ് മോർ. കുതിര ടങ് അത് അതിരത് കുതിര അല്ലേ? അതെ, അതിരത് കുതിര, മുതിരരുത് കുതിര, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. അவ்வளோதான், കഴിഞ്ഞു. ഇനി അത് വേറെ വരില്ല. ഹായ് അൽഫിയ, ഹായ് 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 തരുമ, ഹായ് ഷൈമ, ഹായ് ഹായ്. അക്ക എപ്പിടി ഇരിക്ക? അക്ക സൗഖ്യമായിട്ടുണ്ട്. പറഞ്ഞു അറിതരുത് പറഞ്ഞു. ഹായ് രസ്മിൻ, സുഖം. ഹൗ ആർ യു രസ്മിൻ? ലോങ് ടൈം നോ സീ. ഇവിടെ ഒന്നുമേ കാണാറില്ല. ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് പറയുമോ? ഹായ് ഐഷ, ഹായ്. ഗബ്രിയോടെ ഹായ് ഒക്കെ ചോദിക്കുന്നു. പ്ലീസ് ഗബ്രി ഹായ് പറയൂ മക്കൾക്ക്. ചാറ്റ് ഡാൻസാ? ഞാൻ ആടിയ ഡാൻസ് ഒക്കെ എപ്പിസോഡ് ഉണ്ടാവും. ഇല്ല, ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്ക്. ഞാൻ ആടിയിട്ടുണ്ട് കുറെ ഡാൻസ്. അതൊക്കെ നോക്കിയാൽ മതി ട്ടാ സായേ. ഹലോ ഗായ്സ്, എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നാ ചോദിക്കാം. എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നാ ചോദിക്കാം. പുറത്തിറങ്ങിയിട്ട് സ്കീ ഐസ്ക്രീം ഇല്ല, കഴിച്ചിട്ടില്ല. സോറി, നോ ടൈം, കഴിച്ചില്ല. அண்ட் கைஸ், நான் நடுவில் மலையாளம் தமிழும் பேசும். ஏன்னா தமிழ் மெம்பர்ஸும் ഉണ്ട് ഇവിടെ. അപ്പോൾ തമിഴിലുമേ. ഹായ് സ്വീറ്റി, കേരളത്തോട്ട് എന്ന് വരും? പെട്ടെന്ന് തന്നെ വരും. ഞാൻ എപ്പോഴെന്നും ഒക്കെ ഞാൻ പറയാം, പക്ഷെ പെട്ടെന്ന് തന്നെ വരും. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. നോക്കാം. ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്താലും ഞാൻ ആഡ് ചെയ്തിട്ട് നമ്മ പേസലാം. എന്താ പറയുന്ന മക്കളെ? നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കൂ, ഞാൻ എന്തെങ്കിലും റാൻഡമായിട്ട് ഞാൻ ഇടാം. റാൻഡമായിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. പക്ഷെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം കേട്ടാ. നിങ്ങൾ ഓപ്പൺ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ കൊടുക്കുന്ന റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും കൊടുക്കും.
നോക്കട്ടെ ആർക്ക് വരാ. Are you single? Of course I'm single. സൗന്ദര്യ, ഹായ് സൗന്ദര്യ. നോക്കട്ടെ. ഓ അതെ അതെ അതെ. ரிலேஷன்ஷிப் வித் பிக் பாஸா? போடா டேய். ஆக்சுவலி பிக் பாஸே நான் தான். எப்படி ரிலேஷன்ஷிப் எல்லாம் இல்ல, பிக் பாஸே நான் தான். Hi guys. ஹலோ. Hello. only 2 minutes. only 2 Anna, minutes with 2 Rasmin. minutes. ആമാ പിന്നെ എല്ലാരോടും സംസാരിക്കണം എനിക്ക്. Guys, 2 minutes. ഇതൊക്കെ എപ്പോ വരും നീ കൊച്ചിയിലേക്ക്? എല്ലാരും ചോദിച്ചു. ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, തീർച്ചയായിട്ടും പറയാം. ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ പ്ലാൻ ഉണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇന്ന് അപ്സരയുടെ ബർത്ത്ഡേ. അറിയാം, വിളിച്ചായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അപ്സര ചേച്ചി. ഇവിടെ വിഷയം ഹാപ്പി ബർത്ത്ഡേ അപ്സര ചേച്ചി. എടാ താൻ മേക്കപ്പ് ഒന്നും ചെയ്യട്ടെ? ഇല്ല, ചെയ്തില്ല. അക്ക എന്നാ വിശേഷം சொல்லு. என்ன விசேஷம் சொல்ல, ஒரு இப்போ மீ டைம் ആണ്, கொஞ்சம் அப்படியே மைண்ட் ரிலாക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, അത് ശരിക്കും എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കൊറേ മുടിഞ്ഞ ഫാൻസുള്ള ലൈവിലൊക്കെ നമ്മള് കേറുവോടെ, നമ്മളെ കേറ്റുവോ? അയ്യോ 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 അയ്യോ, ഓവറായിട്ട് വേണ്ടട്ടോ. നമ്മളെ പാവങ്ങള് അല്ല ഞാന് സായി ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ സ്പീഡ് പറഞ്ഞു മീ ടൈം ആണ് ഇപ്പൊ സ്പീഡിന്റെ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പല കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട് എന്താ കാണാത്തെ, പുറത്ത് എന്താ കാണാത്തെ. അപ്പൊ എല്ലാരോടും പറയാനുള്ള കാര്യം അതല്ല സ്പീഡു. ഇപ്പൊ എല്ലാരും നമ്മളെ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം എല്ലാവർക്കും അവരുടേതായ ഒരു മീ ടൈം അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരുടെ ഫാൻസിനോടും കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു മീ ടൈം വേണം. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് വരാൻ ഒറ്റയ്ക്ക് പ്രൈവറ്റ് സെറ്റ് എടുത്ത് വരാനുള്ള പ്ലാനാണ്. അയ്യോ എപ്പടി മനസ്സിലാക്കി? എനിക്ക് 2 ദിവസം മുമ്പ് ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയില് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ശ്രീതു. என்ன பண்ற எல்லாம் எனக்கு മനസ്സിലാവുന്നില്ല. എന്താ സായി 10 ആളെ ഇറക്കണം പറഞ്ഞിട്ടേ. ശ്രീതുവിന്റെ ഫാൻസ് മീറ്റപ്പ് നടക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയം നിറഞ്ഞൊഴുകും. ഓൾ അക്ക ഫാൻസ്. അക്ക മറ്റും അക്ക മറ്റും പറയുന്നത് ഞാൻ ഇപ്പൊ എവിടേക്ക് ഇറക്കി വിടും? ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല മോനെ, ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല. എല്ലാവരും സുഖമാണോ? ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. ഞങ്ങള് ശ്രീതു ഇല്ലാത്തൊരു ജീവിതം ഞങ്ങള് കഷ്ടപ്പെട്ട് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ നീച്ചിട്ട് എന്നും സ്നേഹനോട് ചോദിക്കും, അനക്ക് രസം ക്യൂട്ട്നെസ് വാരി വെതറിക്കൂടെ വിചാരിച്ചില്ലേ? അതുകൊണ്ടാണ് ലൈവ് ഇട്ടത്. ഇന്ന് ലൈവ് വരണം തോന്നി തോന്നുന്നു എനിക്ക്. ഇല്ല വിചാരിച്ചു ഞാൻ വന്നു. ചോദിക്കില്ലേ? സംശയം ഉണ്ടോ? ബാ പറയ് ശ്രീതു പറയാറ്. ലൈവിലുണ്ട്, ഗബ്രി ഉണ്ട്, സിജോ ഉണ്ട്. പക്ഷെ അവര് ഐ തിങ്ക് റിക്വസ്റ്റ് കൊടുത്തില്ല തോന്നുന്നു. ഞാൻ അതെ, அவங்க ബിസി ഇല്ല, ബിസി മാൻ ഓൺലി നോക്കി റിക്വസ്റ്റ് കൊടുത്തു. ശ്രീതൊക്കെ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടോ. ആലോചിച്ചത് ഇതൊക്കെ നമുക്ക് വൺസിനെ ലൈഫ് ടൈം കിട്ടുന്ന ഭാഗ്യമാണ്. അല്ല ഒരു ഡൗട്ട്, ഇപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ എക്സിറ്റ് ആക്കണമെങ്കിൽ എങ്ങനെ? നിങ്ങളെ പോണോ? അത് പറ്റി എനിക്കറിയില്ല. നിങ്ങളെ പോണോ? ഞാൻ പറ്റില്ലേ? പോവൂല. ഞാൻ വേണമെങ്കിൽ പോ വെക്കാം. അല്ല
സായി ശ്രീതുന്റെ ലൈവ് അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കൊടുക്കാം. ഇത്രയും പറഞ്ഞല്ലേ. ഞാൻ ഇപ്പൊ ഒരു പാവല്ലേ, പുരിയില്ല ആയിക്കോട്ടെ. ഇല്ല പുരിയില്ല പോട്ടെ, നിങ്ങളെ പോട്ടെ. ഇനി വേറെ ആരെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിലോ ലൈവിൽ ഇപ്പൊ എക്സ്ക്യൂസ് മീ നമ്മളെ നിങ്ങളെ ഞാൻ പോന്ന് പറഞ്ഞില്ല. എനിക്ക് ഡൗട്ടാ. ഇപ്പൊ നിങ്ങൾ നിറയെ ഈ ലൈവ് ഒക്കെ പോവാറുണ്ടല്ലോ, അപ്പൊ നിങ്ങക്ക് അറിയാലോ എക്സിറ്റ് വന്നിട്ട് നിങ്ങളെ പോയില്ലേ എപ്പിടിന്ന്. വരണ്ട ആൾക്കാരൊക്കെ വരുമ്പോ പിന്നെ നമ്മളെ പിന്നെ ചവിട്ടി പുറത്താക്കും. ആര് സോറി സോറി എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല എനിക്ക്. സോറി നോ. ഇപ്പൊ ഒരാള് വരും. അല്ല ശ്രീതൊന്ന് മെയിൻ ആയിക്കോട്ടെ. ആ മോനെ ബോണസ് കൊടുത്തിട്ടുണ്ട്. എടാ എവ്രിവൺ എടാ എടാ വെക്ക് മറ്റേ അണക്ക് കിട്ടിയില്ലടാ, ഗൂഗിൾ പേയില് പൈസ കിട്ടിയില്ലേ ശ്രീധുവിന്റെ ഫ്ലക്സ് വെക്കാൻ? പിന്നെ ആ എല്ലാവർക്കും കിട്ടിയില്ലേ? അത് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഗൈസ് ലൈവ് എന്റെയാണ്. ഇതെന്തോ വീഡിയോ ചാറ്റ് പോലെ ഉണ്ട്. പെട്ടെന്ന് കാണാൻ ഈ നാലായിട്ട് വന്നിട്ട്. ഹായ് ഹലോ അതും ഗബ്രി, ശരി. സുഖം? അക്ക ഹായ്. എടാ എടാ അക്ക ഫാൻസിനെ ഓവർ കൊണ്ട് നടിപ്പ് തള്ളി. വേണ്ട. നിങ്ങളുടെ നടിപ്പൊക്കെ ബിഗ് ബോസിൽ ഓൾറെഡി ആൾക്കാർ കണ്ടു. ബിഗ് ബോസ് സെറ്റ് വീട്ടുക്കുള്ള അതാ ഇവിടെ വേണ്ട വേണ്ട വേണ്ട. മൂന്ന് മെയിനാ ഈ രണ്ടെണ്ണം വേണ്ട. ആ, അവൻ എന്താ പോയി വേണ്ട. ആ, ഞാനും പറഞ്ഞു എനിക്ക് അപ്സരേന്റെ ബർത്ത്ഡേക്ക് പോണം. ഞാനും ഉണ്ടാവും അമൃത തന്നെ. ബാക്കി ചാറ്റില് തീർത്ത് തരാം. ചാറ്റിലുള്ള പണി ഇപ്പൊ തരാം. അക്ക വെയിറ്റ് ചെയ്യും. ബർത്ത്ഡേക്കാ ഞങ്ങള് പോട്ടെ. ഞങ്ങള് നീ വരുന്നുണ്ടോ? ഫ്ലൈറ്റ് കയറി പോയി. ഫ്ലൈറ്റ് എടാ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉള്ള ആളാ സ്വന്തമായിട്ട്. വിജയ് കഴിഞ്ഞ അടുത്ത ശ്രീതു ആണ്. അതെ അതെ എന്റെ പിന്നാമറയാ ഉള്ളത്. ജെറ്റ് പിന്നാടി ഉണ്ട്. പിന്നാടി പാർക്കിംഗ് ചെയ്ത് ഞാനിപ്പോ വരും. പിന്നെന്താ പറയാ, കൂടുതൽ പറയാൻ പറ്റില്ല. പറഞ്ഞ ചെന്നൈ പോകാൻ പറ്റില്ല, പെട്ട ആള് വരും. അന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ രക്ഷപ്പെട്ടതാ. പുറത്തിറങ്ങിയപ്പോ ഉണ്ടല്ലോ കാലം എന്ന് വിളിച്ചിട്ട് 4 ടാറ്റാ സുമോ നിറച്ച ആള് വെട്ട. ഇന്നും പെരുമയാ സൊല്ല്. എനിക്ക് ഇന്നും വേണം പെരുമയാ. ഇത് പിന്നെ ഞാനും വേണം. പറ്റുന്നില്ല സായി. സായി എത്ര പറഞ്ഞാലും പറ്റുന്നില്ല. എനിക്ക് കേട്ടോണ്ടേ ഇരിക്കണം തോന്നുന്നു. മക്കളെല്ലാം കേൾക്കട്ടെ. ഇതാ വന്നു. ഇവിടെ ബ്ലോക്ക് എടാ കാട്ടിൽ ഫ്രണ്ടി ഭയങ്കര ബ്ലോക്ക്. അത് മറ്റേ ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാർ ഇത് കണ്ടാ ഫ്ലിക്സ് കണ്ടാ എങ്ങനെയുണ്ട്? എടാ മറ്റേ അവര് ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരാ. ആ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരെ കൊണ്ട് എന്താടാ ഫോറമാളിലെ 3D സ്ക്രീനില് ശ്രീധു ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും കണ്ട ഫ്രണ്ടില് ശ്രീധുവിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. എല്ലാരും കണ്ടു തോന്നുന്നു. ആ ഇത് കാണിച്ചു തരാം. ശ്രീധുവിന്റെ ഫ്ലെക്സ് വെച്ചിട്ട് മുടിഞ്ഞ ആള് കട്ട ബ്ലോക്ക്. അയ്യോ എന്താ ബ്ലോക്കാ? ഞാനിപ്പോ ചോദിച്ചു അണ്ണ എന്താ ബ്ലോക്ക് എന്താന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത് ശ്രീധുവിന്റെ ഫ്ലെക്സ് കാണാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്ന് ആൾക്കാർ വന്നു. എനിക്ക് മെസ്സേജ് ആന്ധ്രാന്ന്. നിനക്ക് വായിക്കാൻ മലയാളം വായിക്കാൻ അറിയത്തില്ല. മെസ്സേജ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക്. അതെ സിജോ ഇംഗ്ലീഷിൽ വന്നു. അവർക്ക് ഇംഗ്ലീഷ് ടൈപ്പിൽ അറിയത്തില്ല. ചുമ്മാ തള്ളല്ല വേണ്ട. നീ തമിഴ്നാട്ടിൽ കിടന്ന് തള്ളിയിട്ട് ഇവിടെ കിടന്ന് ലൈവ് സേവ് ചെയ്താ വേണമെങ്കിൽ പോയി നോക്ക്. ഞാൻ കാര്യം ചെയ്യാം. ഞങ്ങളുടെ വണ്ടി ഓഫ് ആക്കട്ടെ. ഞങ്ങൾ വണ്ടി ഓഫ് ആക്കാം. നീ തള്ളി വണ്ടി തന്നെ പൊക്കോളൂല്ലോ. നീ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല. വണ്ടിയല്ല നീ നിന്റെ വായ ഓഫ് ആക്ക്. കൊടുത്താണ് 12ാമത്തെ വീക്കും ചാടിപ്പോയത്. നമുക്ക് ശ്രീധുവിനെ ഒരു കാര്യം ചെയ്യാം. ഇത് ശ്രീധുവിന്റെ ലൈവ് അല്ലേ? ഒരു ടാസ്ക് വെച്ചിട്ട് നമുക്ക് ശ്രീധുവിനെ വിൽക്കുക. അതല്ല ബിഗ് ബോസ് ഉള്ളേ. ഇത് ബിഗ് ബോസ് വെളിയില് യാരും ഇനി വന്നിട്ട് എനിക്ക് ടാസ്ക് വെച്ചിട്ട് നിൽക്കണ്ട. ഇപ്പൊ റസ്മിന് സായി പുറപ്പെട്ടു. നിങ്ങൾ ഇറങ്ങിയോ? ശ്രീധുവിനെ വിളിച്ചിട്ടില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ ഇറങ്ങുന്നു? ഞങ്ങൾക്ക് വേറെ പാർട്ടി ഉണ്ട്. നിന്നെ വിളിക്കാത്തതുകൊണ്ട് നീ വരണ്ട. ഞങ്ങളിവിടെ കേരളത്തിലുള്ള ആൾക്കാർ അടിച്ചു പൊളിക്കട്ടെ. ഇല്ല സോറി ഞാൻ അപ്പൊ ബിസി ആയിട്ടുണ്ടാവാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഷെഡ്യൂളാണ്. നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നേ? ഞങ്ങളെല്ലാരും പോണ്ട്. അപ്സരേനെ സായി എപ്പോ ഇറങ്ങും? ഞാൻ ഇപ്പൊ ഇറങ്ങണം. എനിക്ക് 1.5 മണിക്കൂർ. എവിടെ
തൃശ്ശൂർ. ഓ നൈസ്. യാ അവിടെ എത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യും. ഞാൻ അതൊരു ഉണ്ടാവും അറിയില്ല, നോക്കട്ടെ. ഓക്കെ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ. ഓക്കെ അപ്പോ ഗൈസ് ബൈ, ഹാവ് ഫൺ. എല്ലാരും കാണുന്നില്ല. ഓക്കെ ബൈ. ഞാൻ മറ്റു വിദേശം വിട്ട് വിദേശത്തിലിരിക്കുന്നു. വിദേശോ? Means ഞാൻ പറയും നാട് വിട്ട് നാട് വിട്ടിരിക്കുന്നു. അതങ്ങനെ പറയുന്നത്. ചെന്നൈ കേരളത്തിൽ വരുന്നില്ല. വരുന്നുണ്ട്, കൊച്ചിക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്റെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് കൊച്ചിയില്, കാണിക്കട്ടെ. വേണ്ട it's okay. ഞാൻ വന്നിട്ട് കാണാം. സീരിയസ്ലി റസ്മിൻ നീ കണ്ടിരുന്നോ? ഞാൻ വന്നിട്ട് എക്സ്പ്രഷന്റെ അറിയുന്നുണ്ട്. ഞാൻ വന്നിട്ട് കാണാം. വേണ്ട, നീ കാണിക്കേ വേണ്ട. ഫ്രണ്ടില് വേണ്ട, മതി ഞാൻ കാണിച്ചു മതി, വേണ്ട. ഉണ്ട്. സിജോ ഞാൻ വരാൻ പോണു. ഇപ്പൊ കുറച്ച് ദിവസത്തില് ഞാൻ വരും. സോ പറയോ? ചുമ്മാ നിന്നെ റോസ്റ്റ് കണ്ടോ ലാലേട്ടന്റെ സീരിയസ് ആയിട്ട് പറഞ്ഞായിരുന്നു. മതി കമ്മിയാക്കിക്കോ. ഞങ്ങള് നമുക്ക് അവിടെ വന്നിട്ട് കാണാം. ഇവിടെ വിളിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആക്ച്വലി അതാണ് ഉണ്മ. എന്നെ ഒന്നും പറഞ്ഞില്ല. ലൈവ് ലൊക്കേഷൻ ഞങ്ങൾ പോവാം. നീ ലൈവില് പൊളിച്ചോ. ഓക്കെ ശരി ബൈ. ഞങ്ങൾ കാണോ ഇറങ്ങാൻ നിക്കാം. ബൈ. ഓക്കെ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നേ? എനിക്കറിയില്ല, നിങ്ങളിതാ കട്ടാക്കണം. ഇതെങ്ങനെയാണ് ലൈവ് എങ്ങനെ ഞാൻ പോകുന്ന ഇങ്ങനെ കട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല കേട്ടാ, സോറി. എനിക്കറിയില്ല. ഓക്കെ, ഞാനപ്പോ കമന്റ്സ് ഒക്കെ നോക്കട്ടെ. പാവം പിള്ളേര് കമന്റ്സ് ഒക്കെ അടിച്ചോണ്ടിരുന്നുണ്ട്. സിജോ ചേട്ടാ, ഓക്കെ സിജോ ചേട്ടാ. എനിക്കറിയില്ല. അവിടെ ആരത്തേക്ക് ചോദിക്കാം. അവിടെ തൊട്ട് നോക്ക്, തൊട്ടിട്ട് അത് എക്സ് സിമ്പിൾ വരണ്ടാണ് നോക്ക്. അല്ല, അത് സ്ക്രീൻ രണ്ടായിട്ട് സ്ക്രീൻ വരികയാണ്. പറഞ്ഞത് സ്വിച്ച് ഓഫ്. ഗായ്സ് മഴ തോന്നുന്നു. അവരാരും ചാറ്റ് വായിക്കുന്നില്ല. അത് ആക്ച്വലി ഫണ്ടിന് വേണ്ടി കുറച്ചു നേരം വന്നിട്ട് പോയത്. റസ്മിൻ ഉണ്ടോ? പോയി. ഓക്കെ, റസ്മിൻ ബൈ ഫൈനലി ലെഫ്റ്റ്. എല്ലാവരും ലെഫ്റ്റ് ആയി. മക്കളെ വെരി സോറി, കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റിയില്ല. പിന്നെ പറയൂ, വിശേഷങ്ങൾ പറയൂ. നിങ്ങള് ബിഗ് ബോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. കുറച്ചു നേരത്തിൽ ഞാനും പോവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുവരെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയൂ. ഹായ് സാക്കിയ, ലവ് യു ടു. ഹലോ, ഹായ് അൽഫ്, ഹായ്. ഹലോ ഗൈസ്, എന്തെങ്കിലുമൊക്കെ പറയൂ. ലൈവ് വന്ന ഇത് വീഡിയോ എല്ലായിടത്തും സംസാരിച്ചെന്നാല് അങ്ങനെ പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? കുറെ എഡിറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പി. ആ എഡിറ്റ്സ് ഒക്കെ നോക്കി എന്റെ ലൈക്ക് പേഴ്സണൽ എന്റെ ശ്രീതു എഡിറ്റ്സും ശരി, പിന്നെ ശ്രീജൂൻ, പിന്നെ ശ്രീജോ, കുറെ എഡിറ്റ്സ് ഉണ്ട് കേട്ടാ. എല്ലാവരുടെ എഡിറ്റ്സ് ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടുണ്ട്. പ്ലസ് നിറയെ പേര് വന്നിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വെരി ഹാപ്പി. പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നതില് ഉള്ളിൽ പോയി സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കടസി വരയ്ക്കോ ലൈക്ക് ഒരേ മാതിരി. അതാണ് എന്റെ ക്യാരക്ടർ. സോ അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്, എന്റെ ക്യാരക്ടർ. സോ ഐ എം ഹാപ്പി. കുറെ പേര് എന്ത് പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഒന്നും മാറാണ്ട് അതേപോലെ ഞാൻ മുന്നോട്ട് പോയതിന് ഐ എം ഹാപ്പി. ആൻഡ് നിങ്ങളും എല്ലാവരും ഹാപ്പി. ലൈക്ക് വെരി ജെന്യൂൻ ആയിട്ട് ഒരു
നല്ല മനുഷ്യയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കേൾക്കാൻ വളരെ സന്തോഷമായി. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വന്നു. സോ ഹലോ പറയൂ. ഹായ് കാത്രിൻ, ഹായ്. കോം വേണ്ട, ഹായ്. ഓക്കെ രസ്മേൻ, അവിടെ എത്തിയിട്ട് കോൾ ചെയ്യൂ. ഡൺ. സോ ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് പറയണെങ്കിൽ ഇന്റർവ്യൂ, അയ്യോ ഈ കോംബോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് അറിയുന്നില്ല. എനിക്ക് അത് ഉള്ളിലും എനിക്ക് ഗാണ്ടായിരുന്നു ആ വേർഡ് കേൾക്കുമ്പോൾ. ബിക്കോസ് അത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഗാണ്ടാണെന്നൊന്നും അറിയില്ല. ഈ അർജുന്റെ കൂടെ ഉള്ളത് ഒരു കോംബോ ആണ്, അതിന്റെ വേണമുട്ടി ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് ഇവൻച്വലി ലൈക്ക് ഒരു ഫ്രണ്ട്സ് ആയി, ഇപ്പം ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അത് ഇങ്ങനെ മുന്നോട്ട് പോകണം ഞാനും വിചാരിക്കുന്നു. പക്ഷെ എല്ലാരും വന്നിട്ട് അത് വേറെ രീതിയിലൊക്കെ പറയണ്ടു, അതൊക്കെ ഇല്ല. സോ അതും എനിക്ക് പറയാനുണ്ടായിരുന്നു. പിന്നെ കുറെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റ്സിലും ശരി, വേറെ ഫാൻസിന്റെ കൂടെ എല്ലാം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ വേണ്ട. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഒരു പ്രോബ്ലംസ് ഒന്നും ഓരോരുത്തരും ഇടാണ്ട്, ഫൈറ്റ് ഒക്കെ ചെയ്യാണ്ട് എല്ലാരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യൂ എല്ലാരെയും. അതും എനിക്ക് പറയാനുണ്ടായിരുന്നു. ലൈക്ക് ശ്രീജു ആ ഒരു സംഭവം. സോ ഈക്വൽ ആയിട്ട് ഇരിക്കൂ, ഫൈറ്റ് ഒന്നും ചെയ്യാണ്ട്. യെസ്. ഹായ് ഹായ് ജാസ്മിൽ, ഹായ്. ഞാൻ ബിഗ് ബോസ് ഇത് കാണിക്കൊന്നുമില്ല, പക്ഷേ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ കാണും. താങ്ക് യു മോട്ടോ ഹോളിക് സോൾ, താങ്ക് യു. അക്ക പറ, ഹാപ്പി ആണോ? ഹാപ്പി ആണ് തേജ തക്കുടു. ഹാപ്പിയാ? യാ, ഐ എം ഹാപ്പി. കുറച്ച് സാഡ് ആയിരുന്നു, ബട്ട് ഐ എം ഹാപ്പി റൈറ്റ് നൗ. ഐ തോട്ട് ശ്രീതു വിൻ ചെയ്യുമ്പോൾ ഓഫ് വാവ്, വിചാരിച്ചില്ല. അത് മതി ശ്രീവിദ്യ, അത് മതി. ഹായ് ഫ്രം വല്യമ്മൻ വല്യച്ച, ഹായ്. ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ് യു ഹാവ് ഇൻ ബിഗ് ബോസ്? യെസ്, ഓഫ് കോഴ്സ്. ഞാനത് ബിഗ് ബോസിലെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു ലൈക്ക് ജെന്യൂൻലി ഫ്രണ്ടായ വ്യക്തി വന്നിട്ട് അർജുൻ എന്നാണെന്ന്. സോ യെസ്, ജെന്യൂൻ ഫ്രണ്ട്ഷിപ്പ്. തമിഴ് ഫാൻസും ഇവിടെ ഉണ്ട്. യെസ്, கண்டிப்பா. ஆனா எனக்கு வர்ற கமெண்ட்ஸ் எல்லாமே வந்துட்டு மலையாளத்துல இருக்கிறதுனால நான் மலையாளத்துல ரிப்ளை செஞ்சுட்டு இருக்கேன். நீங்க தமிழ்ல பேசினா கண்டிப்பா நானும் தமிழ்ல பேசுவேன். ബിഗ് ബോസിൽ വന്നത് കൊണ്ട് നന്നായി മനസ്സിലാക്കാൻ പറ്റി. സച്ച് എ ഗുഡ് പേഴ്സൺ, ലവ് യു. ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരുമോ? തീർച്ചയായിട്ടും ഞാൻ ലൈവ് വരാം. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് ഇന്ററാക്ട് ചെയ്യുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പറയുന്നത്, നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്, ആ ഒരു വിഷയം എനിക്ക് ഇഷ്ടമാണ്. സോ തീർച്ചയായിട്ടും എന്നാലും മുടിഞ്ഞാലൊക്കെ ഞാൻ ലൈവ് വരാൻ ശ്രമിക്കാം. പിന്നെന്താ ഹായ് 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 ഹായ്. ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല അക്ഷയ. ഇനിമേൽ ദാ ലൈവ് മുടിഞ്ഞു കുടിക്കും. ഹായ് ആദൂസ്, ഹായ് പറ, ഹായ്. കോബോ ഇഷ്ടമല്ലാതെ കോബോ അടിപൊളി. ഓക്കെ, താങ്ക് യു ഫൈസൽ. ഹായ് അലീന, ഹായ് സ്നേഹ. എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഡു യു ഹാവ് ബോയ് ഫ്രണ്ട്? നോ, ഐ എം സിംഗിൾ. അയ്യോ, മലയാളത്തിൽ എന്തോ ടൈപ്പ് ചെയ്തിരിക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. മൈ കമന്റ് എന്താ വാ എന്തോ എഴുതിയിട്ടുണ്ട്. ഹായ് തരുമ, ഹായ് സൗമ്യ, ഹായ്. ഹായ് റഫീന, ഹായ് ശ്രീതു, അക്കാശകീര, ഹായ്. അർജുൻ കുറച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? യാ, ജെന്യുവൻ ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നെ എന്റർടൈനർ, ഫൺ മോഡ്, ഫൺ ആണ്, വളരെ ഫണ്ണുള്ള ഒരു പേഴ്സൺ ആണ് അർജുൻ. വേറെ 2 വാർത്ത ചോദിച്ചു, ഞാൻ ഇത്ര വാർത്ത പറഞ്ഞു. ശരിക്കും സിസ്റ്ററിന്റെ ഹോം പ്ലേസ് ചെന്നൈ ആണ്. മോത്തോഹോളിക്, ചെന്നൈ. ഹലോ, ഹായ്. ശ്രീതു, പരമേശ്വരൻ, ഗ്രീഷ്മ, ശ്രീതു, ഹായ്. എല്ലാവർക്കും ഹായ്. യുവർ മലയാളം ഇംപ്രൂവ്ഡ് എ ലോട്ട്, നൈസ് ടു ഹിയർ ഇറ്റ്. താങ്ക് യു ഗോപിക. ഞാനും അത് വിചാരിക്കുന്നുണ്ട്, എന്റെ മലയാളം കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. ഐ മീൻ മുന്നേ കാട്ടി ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന്. ആൻഡ് ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അക്ക സാഡ് ആവാൻ കാരണം എന്തായിരുന്നു? അങ്ങനെയൊന്നും ഇല്ലല്ലോ, സാഡ് ഒന്നുമില്ല, നോ സാഡ്. എനിക്ക് എവിക്ട് ആയത് എനിക്ക് കുറച്ച് വർത്തമായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിക്കാത്ത കാര്യമാണ് മിഡ് വീക്ക് എവിക്ഷൻ. പെട്ടെന്ന് തന്നെ അത് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലെ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ പോയി. പിന്നെ അത് ഇങ്ങനെ ആയത് എനിക്കത് ഇത്തിരി ലൈക്ക്
കുറച്ച് ഫീലിംഗ് ഉണ്ടായിരുന്നു. ഏന്നാ ടോപ്പ് 5 വരയ്ക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് നടന്നില്ല. അപ്പൊ അതുമേ കൊഞ്ചോ കഷ്ടമായി. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ അല്ലേ. അപ്പൊ അങ്ങനെ നടന്നു. ഹായ് ഹായ് ഹായ്, അർജുൻ ആഡ് ചെയ്യുന്നു പറയുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അർജുൻ ഓൺലൈനിൽ ഇല്ല. സോ ഐ ഗസ് പറ്റില്ല. വിഷ് ടു സീ യു ഇൻ ബിഗ് സ്ക്രീൻ സൂൺ. താങ്ക് യു ആദിര, താങ്ക് യു. തീർച്ചയായിട്ടും വരും. ഹായ് ദേവിക, ரொம்ப ബ്യൂട്ടിഫുൾ. താങ്ക് യു. അലീന പീറ്റർ ക്യാരക്ടറിൽ ഫാൻ ആകുന്ന ബിഗ് ബോസിൽ വന്നപ്പോൾ പിന്നെ കട്ട ഫാൻ ആണ്. താങ്ക് യു അപർണ, താങ്ക് യു വെരി മച്ച്. അർജുനായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ഹായ് ഹൃദയ, എല്ലാവർക്കും ഹായ്. വിൽ യു കണ്ടിന്യൂ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അർജുൻ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അരുതരുത് കുതിരെ, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാർട്ടിങ്. അതുകൊണ്ട് അതിപ്പോ വേണ്ട. ചായ കുടിച്ചോ? ഇല്ല, ഇനിമേൽ தான் പുറമേയുണ്ട് ശ്രീത. നഹി ചേച്ചി പിന്നെ. ഹായ്, ഹൗസ് ലൈഫ് ഗോയിങ്? കറന്റ്ലി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടും നന്നായിട്ട് പോവും. ചേച്ചി യു ആർ നോട്ട് റീഡിങ് മൈ മെസ്സേജ്. സോറി സാൻ, ഇപ്പൊ ഞാൻ കണ്ടു. നല്ല മലയാളം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അതെ. ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ? അത് ഉണ്ട്, കുറച്ച് ദിവസം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. സോ ദാറ്റ്സ് ഓക്കെ. മുന്നക്കാട്ടി റിമൈൻസ് മീ സംതിങ്. മനസ്സിലായില്ല. സോറി. ആർ യു ഇൻ ഹോം? യെസ്, ഐ എം ഇൻ ഹോം. ശ്രീതു പ്ലീസ് സ്പീക്ക് ഇൻ ദാറ്റ് അതർ ഫണ്ണി വോയിസ്. അഭിഷേകെ കൊഞ്ചം കോൾഡ് ആയി തോന്നുന്നു എന്തോ. പ്ലീസ്, എന്ത് പറയാൻ? ഹായ് അഭിഷേക്, സൗഖ്യമാ അഭിഷേക്? എന്ത് ചെയ്യുന്നു അഭിഷേക്? എന്നാ അഭിഷേക് ഇവിടെയാണോ ഇല്ല അഭിഷേക് കേരളത്തിലാണോ ഇല്ല ചെന്നൈയിലാണോ? എവിടെയാണെന്ന് കുറച്ച് പറയാമോ? അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഹായ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും ഹായ്. എല്ലാവരും എഡിറ്റ് ഞാൻ കണ്ടു കേട്ടാ. ഐ മീൻ എല്ലാവരും മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എഡിറ്റ്സ് ഒക്കെ എല്ലാം കണ്ടിട്ടുണ്ട്. എഡിറ്റ് കേറി കണ്ടതൊന്നുമല്ല, ബട്ട് ഞാൻ എഡിറ്റ് കുറെ കണ്ടു. നല്ല ലൈക്ക് ഫണ്ണായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ എഡിറ്റ്സ് ഒക്കെ. എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തിരിക്കണല്ലോ, അതിനൊക്കെ വളരെ വളരെ നന്ദി. സോങ് പാടുമ്പോ അയ്യോ കൊഞ്ചം കഷ്ടം, ഇപ്പൊ വേണ്ട, പിന്നെ നെക്സ്റ്റ് ലൈവില് ഞാൻ ചെയ്യാം. വേറെ ഹസ്കി. ഓ, ജിമ്മിക്കുട്ട ഉണ്ട്. ജിമ്മിക്കുട്ട ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് ഗുഡ്സ്, ഹായ് എല്ലാവർക്കും ഹായ്, കൊറേ ഹായ്. തലവി ശ്രീത്തൊക്കെ താങ്ക് യു. വന്ദന ശ്രീകുമാർ, സോറി ഇട്ടാ, ഞാൻ ഇപ്പോൾ മെസ്സേജ് കണ്ടത്. സോ യെസ്, ഇനി എല്ലാവരുമേ ഹായ് ബട്ട് ഇതാ കൂടുതലുണ്ട്. എന്നീ ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ പക്ഷെ കമ്മിയായിട്ടുണ്ട്. അപ്പോ മേ ബി നെക്സ്റ്റ് ടൈം അഗെയിൻ ലൈവിൽ തിരിച്ചും കാണാം. ക്യൂട്ട് വോയിസ് ശ്രീതു, ഇപ്പൊ പൂനെയാണ്. നെക്സ്റ്റ് വീക്ക് ബാക്ക് ടു കേരള. സൂപ്പർ അഭിഷേക്. അപ്പോ ചിലപ്പോ ഉണ്ടായിരുന്നാ നമ്മൾ കാണാം. അപ്പോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഇപ്പൊ കുറച്ചു നേരത്തേക്ക് தான் ഞാൻ വന്നതിനും കുറച്ചു നേരം കുറെ പേര് ആൾക്കാർ വന്ന് കുറെ കമന്റ്സും കുറെ ഹാർട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും വളരെ നന്ദി മാത്രം. വെരി ഗ്രേറ്റ്ഫുൾ ആണ് സത്യം പറഞ്ഞ. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് കുറെ അയച്ചുകൊണ്ടിരിക്കുന്നു. കൊടുത്ത നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയുന്നില്ല. അല്ല, ഞാൻ കൊടുത്തു നോക്കാം. ഓക്കെ, വെൻ ആർ യു കമ്മിങ് ടു കൊച്ചിൻ? കൂടിയ സീക്രത്തിൽ വരും. ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞാൻ വരുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടും. സോ ഇടാണ്ടൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഞാൻ ഇടും ഞാൻ വരുമ്പോ. സോ യെസ് ഗൈസ്, അപ്പോ ടൈമായി. ഇനി അപ്പോ ഇന്നൊരു ലൈവ് ഞാൻ തീർച്ചയായിട്ടും ലൈവ് വരും കേട്ടാ. ലൈവ് ഞാൻ ലൈവ് ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലൈവ് ഞാൻ വരാം. അതുവരയ്ക്കും ടാറ്റ ഗൈസ്. എല്ലാരും ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കൂ.
എന്തൊക്കെയെങ്കിൽ പ്രോബ്ലംസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നോ അതൊക്കെ വന്നിട്ട് പോവും. അത് ഏതുമേ പെർമനന്റ് അല്ല, ഇറ്റ്സ് ടെമ്പററി. സോ അത് വിചാരിച്ചിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ ഹാപ്പി ആയിട്ടിരിക്കൂ. ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പോ ഹാപ്പി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി ഗൈസ്. ടാറ്റ. ഇനി പിന്നീട് കാണാം. ബൈ ബൈ.